മലപ്പുറം വാഴക്കാട് മുടക്കോഴിയുമല്ല സമരപ്പന്തൽ നശിപ്പിച്ചു. ചെങ്കൽ ഖനനത്തിനെതിരെ ആക്ഷൻ കമ്മിറ്റി സ്ഥാപിച്ച സമരപ്പന്തലാണ് നശിപ്പിച്ചത്. ഉരുൾപൊട്ടൽ അടക്കമുള്ള നാട്ടുകാരുടെ ആശങ്കകൾ പങ്കുവച്ച് മീഡിയ വൺ വാർത്ത നേരത്തെ സംപ്രേഷണം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ആക്രമണം. സമരപ്പന്തലാണ് ഇതില് നമ്മള് പ്രതിഷേധ സമരത്തിന് വേണ്ടി വളരെ സമാധാനപൂർവ്വമാണ് ഇവിടുത്തെ പ്രതിഷേധങ്ങൾ നടക്കുന്നത്. ആ സമരത്തിന് വേണ്ടി സ്ഥാപിച്ച ഒരു പന്തലാണിത്. പിന്നെ അതിപ്പോൾ ഇന്ന് രാവിലെ അത് നശിപ്പിക്കപ്പെട്ടത്, അതിൻ്റെ ബാനർ നശിപ്പിക്കപ്പെട്ടതായി കാണുന്നുണ്ട്. ആരാണെന്ന് അറിയില്ല, സാമൂഹ്യ വിരുദ്ധരാണ്. അതിനെതിരെ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ഇവിടെ ഈ പ്രദേശത്ത് വലിയ പ്രയാസങ്ങളാണ്. നിരന്തരം ചെങ്കൽ ഖനനം മൂലം ഇവിടുന്ന് പോകുന്ന ഒരുപാട് ലോറികൾ ഇതുവഴി കടന്നു പോകുന്നത് മൂലം ആളുകൾക്ക് വലിയ പ്രയാസങ്ങളുണ്ട്. ജംഷീർ കൊടിഞ്ഞി കൂടുതൽ വിവരങ്ങളുമായി. ജംഷീർ, എന്താണ് ഇതിന്റെ വിശദാംശം? നിഷാദ്, ഈ മുടക്കോഴി മലയിലെ ഖനനത്തിനെതിരെ മീഡിയ വൺ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. ആ വാർത്ത നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ സമരപ്പന്തൽ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ചെങ്കൽ ഖനനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആളുകളുടെ ആശങ്ക, പ്രത്യേകിച്ച് ഈ വലിയ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യം, മണ്ണും വെള്ളവും ഒക്കെ വലിയ രീതിയിൽ ഇങ്ങോട്ടേക്ക് വരികയും അത് അവിടുത്തെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ഈ ക്വാറിയിൽ നിന്ന് പോകുന്ന വാഹനങ്ങൾ അമിത വേഗതയിൽ പോകുന്നത് മൂലം സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കടക്കം വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള ഈ ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത നൽകിയത്. ഈ വാർത്ത വന്നതിന് പിന്നാലെ, ഈ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരത്തിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഈ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് സ്ഥാപിച്ച ഏതാണ്ട് 4ഓളം വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശത്തെ ആളുകൾ ഒരുമിച്ച് അവിടെ സ്ഥാപിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ ഈ സമരപ്പന്തൽ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ബാനറുകൾ ഉൾപ്പെടെ നശിപ്പിച്ച ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഇപ്പോൾ നാട്ടുകാർ വാഴക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ ശരിയാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഈ ആക്രമണം ഉണ്ടാകുന്നത് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. കാരണം ഈ ചെങ്കൽ ഖനനം നടത്തിയ വലിയ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുകയും അതൊരു വലിയ ജലബോംബായി ഈ ആളുകളുടെ ഏതാണ്ട് 1000-ലധികം വരുന്ന ആളുകളുടെ തലക്ക് മുകളിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു മീഡിയ വൺ വാർത്ത നൽകിയിരുന്നത്. ഈ വാർത്ത വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ നേതൃത്വത്തിൽ ഈ സമരപ്പന്തൽ പൊളിച്ചു നീക്കിയിരിക്കുന്നത്. നിഷാദ്, ശരി. ജംഷീർ കൊടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്.